ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട എന്നിവിടങ്ങളിൽ അതിവേഗം പടരുന്ന എബോള വൈറസ് ബാധ ആഗോളതലത്തിൽ വൻ ആശങ്ക ഉയർത്തുന്നു. വിനാശകാരിയായ ബന്ദിബ്യൂഗോ വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. നിലവിൽ ഈ വകഭേദത്തിനെതിരെ അംഗീകൃത വാക്സിനുകളോ ഫലപ്രദമായ ചികിത്സയോ ലഭ്യമല്ല. എബോളയെ പ്രതിരോധിക്കാനുള്ള പുതിയ വാക്സിൻ വികസിപ്പിച്ചെടുക്കാൻ കുറഞ്ഞത് 6 മാസം മുതൽ 9 മാസം വരെ സമയമെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. കോങ്കോയിലും അയൽരാജ്യങ്ങളിലും രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 139 ഉയർന്നതായാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. നിലവിൽ 600-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നുണ്ട്. കോങ്കോയിലെ പ്രധാന സ്വർണ്ണഖനന മേഖലകളായ മോങ്ങാലു, റുവാംപാറ എന്നിവിടങ്ങളിലാണ് രോഗബാധ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രോഗവ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദനം ഗബ്രിയേസസ് ഇതിനെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു. അതേസമയം ഇതൊരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്നും ഭീതി വേണ്ടെന്നും അദ്ദേഹം ജനീവയിൽ വ്യക്തമാക്കി. എന്നാൽ ആഗോള ആരോഗ്യരംഗത്ത് വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് എബോള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നും അമേരിക്ക പൂർണ്ണമായും പിൻവലിഞ്ഞത് സ്ഥിതിഗതികൾ വഷളാക്കിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള 2ാം അമേരിക്കൻ ഭരണകൂടം ആഗോള ആഭ്യന്തര പൊതുജനാരോഗ്യ ഫണ്ടുകളിൽ വൻ വെട്ടിക്കുറയ്ക്കൽ വരുത്തിയതാണ് ഇതിന് കാരണം. ആഫ്രിക്കയിൽ രോഗവ്യാപനം ശക്തമായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടിയന്തര യോഗം ചേരുകയും രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എബോള ബാധിത രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും എത്തുന്ന എല്ലാ യാത്രക്കാരെയും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിമാനത്താവളങ്ങളിൽ എബോള ലക്ഷണങ്ങളോടെ എത്തുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനും താമസിപ്പിക്കാനുമായി പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗനിർണയം വേഗത്തിലാക്കാൻ രാജ്യത്തെ പ്രത്യേക ലാബ് സംവിധാനങ്ങളും നിരീക്ഷണ ശൃംഖലകളും സജീവമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ കടുത്ത ജാഗ്രത തുടരുമെന്നും ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. തീവ്ര അപകടകാരിയായ എബോള വൈറസ് പ്രധാനമായും രോഗബാധിതരായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ശരീരസ്രവങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. കടുത്ത പനി, തലവേദന, പേശിവേദന, ഛർദി, വയറിളക്കം, ആന്തരികവും ബാഹ്യവുമായ രക്തസ്രാവം എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന മാരക രോഗമാണിത്.